രാത്രി 11 വരെ തുടരും എന്ന കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. രക്ഷാദൌത്യം രാത്രി 11 വരെ തുടരും. മിഥുൻ, രാത്രി 11 വരെ ഈ ദൌത്യ സംഘം അവിടെ തുടരാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അതിനുള്ളിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും എന്നത് വളരെ ആശങ്കയുണർത്തുന്ന കാര്യമാണ്. ഇപ്പോൾ തന്നെ മണ്ണ് നീക്കുന്ന പ്രവർത്തനം പോലും തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ മഴയെ അവഗണിച്ചും മണ്ണ് നീക്കുന്നത് തുടർന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അതുപോലും സാധ്യമാകുന്നില്ല. അത്രമാത്രം മഴ വീണ്ടും കാലാവസ്ഥ പരീക്ഷിക്കുന്നു ഓരോ ജനങ്ങളെയും, ഓരോരുത്തരുടെയും പ്രതീക്ഷകളെയും എന്ന് വേണോ നമ്മൾ മനസ്സിലാക്കാൻ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ശക്തമായ മഴയുണ്ട്, ഒപ്പം തന്നെ അതിനു പുറമെ ശക്തമായ കാറ്റ് വീശുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു രക്ഷാദൌത്യത്തെ ഇപ്പോൾ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘങ്ങളെല്ലാം തന്നെ തിരികെ കരയിലേക്ക് കയറുകയും ചെയ്തത്. 3 ബോട്ടുകളിലായി 18ഓളം സംഘാംഗങ്ങളായിരുന്നു ഈ ഒരു പുഴയിൽ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഇറങ്ങുകയും ചെയ്തത്. പക്ഷേ അവർക്ക് ആ ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. എങ്കിൽ പോലും തന്നെ ഈ മഴയൊക്കെ പെയ്യുന്നുണ്ട് എങ്കിൽ പോലും തന്നെ രാത്രി 11 മണി വരെ ഈ തെരച്ചിൽ തുടരാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ പോകുന്നു. അത് തന്നെയാണ് ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്ത. അതനുസരിച്ച് കൂടുതൽ സംവിധാനങ്ങൾ നേരത്തെ തന്നെ എത്തിക്കണമെന്ന് അറിയിച്ചിരുന്നുവെങ്കിൽ പോലും തന്നെ അതൊന്നും തന്നെ നിലവിൽ അവിടേക്ക് എത്തിയിട്ടില്ല. നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നാളെ രാവിലെയോടുകൂടി, ഒരുപക്ഷെ പുലർച്ചയോടുകൂടി തന്നെ മറ്റ് അത്യാധുനിക സംവിധാനങ്ങൾ കൂടി എത്തേണ്ടതായിട്ടുണ്ട്. നിലവിലുള്ള ഭൂമി ഹിറ്റാച്ചികൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ മണ്ണ് നീക്കുന്ന അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയും ചെയ്തത്. പക്ഷേ ഈ ഇടവിട്ടുള്ള ഈ ശക്തമായ കാറ്റും ഒപ്പം തന്നെ ശക്തമായ മഴയും അത് രക്ഷാദൌത്യത്തെ